ദിലീപ് എന്ന മനുഷ്യൻ പൾസർ സുനിയെ കണ്ടിട്ട് കൂടിയില്ല. ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ്. കൊച്ചിയിലെ നഗരത്തിൽ മലയാള സിനിമയെ നിയന്ത്രിക്കത്തക്ക ഒരു ശക്തിയായി ദിലീപ് വളരുന്നു. ഇവനെ ഏത് വിധേനയും പണിയണം, ഇല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടമാണെന്ന് കരുതി ഇപ്പുറത്ത് ഒത്തുകൂടുന്ന ഒരു വിഭാഗം ആൾക്കാർ. പക്ഷേ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി ജീവിതം തകർത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ചിന്തകളെല്ലാം തന്നെ പാളിക്കൊണ്ടേയിരിക്കും. എവിടെയാണ് ദിലീപ് പ്രേക്ഷകരുടെ മുന്നിൽ കുറ്റക്കാരനായത്? ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നീ വരുമ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് ദിലീപ് നാദൃഷിയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഈ കേസിൽ നിന്ന് പുള്ളിയെ കുറ്റവിമുക്തനാക്കിയെന്ന് വെച്ചോളൂ. ഇയാൾക്ക് ഈ നഷ്ടപ്പെട്ട കഴിഞ്ഞ 7-8 വർഷക്കാലം ആര് തിരിച്ചു കൊടുക്കും? മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്കത്തക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു നടൻ ഇത്രയും വിഡ്ഢിത്തരം 1.5 കോടി രൂപ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് 10,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ഗജഫ്രാഡല്ലേ അവനിത് ആർക്ക് വേണ്ടി ചെയ്തു? അവൻ എന്തിനു വേണ്ടി ദിലീപിൻ്റെ പേര് പറഞ്ഞു? ഇതാണ് സത്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. പുള്ളിയെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ് വിളിപ്പിച്ച് 13 മണിക്കൂർ ഇരുത്തിയതിൽ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ പരമാവധി ഇവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. ബാക്കി മിക്ക സമയവും പുള്ളി അവിടെ തമാശ പറഞ്ഞിരിക്കുകയായിരുന്നെന്നും അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നെന്നും 13 മണിക്കൂർ ദിലീപിനെ തുടർച്ചയായി ചോദ്യം ചെയ്തു എന്ന വാർത്ത പുള്ളി പുറത്തിറങ്ങി കണ്ടപ്പം പുള്ളി തന്നെ ഞെട്ടിപ്പോയെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശം തരുന്ന സമയത്ത് ഒരിക്കൽ ഒരു 10 രൂപ എടുത്ത് തന്നിട്ട് അല്ലെങ്കിൽ ആഹാരം മേടിച്ച് തന്നിട്ട് എന്നെ ഉപദേശിച്ചാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാൻ ദിലീപിനെ പോലെ ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. നമസ്കാരം. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത അതിഥിയാണ് ഇന്ന് നമുക്കുള്ളത്. സ്വാഗതം ചെയ്യാം ശ്രീ അഖിൽ മാരാർ. താങ്ക് യു. പരാജയത്തെ ഭയക്കുന്ന ഒരു വ്യക്തിത്വമാണോ അഖിൽ മാരാർ? ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നുകിൽ സമൂഹത്തിന് ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ കുടുംബത്തിന് ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഗുണമുണ്ടാവണം, ഒരാൾക്കെങ്കിലും ഗുണമുണ്ടാവണം, അതും അല്ലെങ്കിൽ അവനവനെങ്കിലും ഗുണമുണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിൽ ഭൂമിക്ക് ഭാരമല്ലേ? ഒരാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ അയാളുടെ ശരീരം ഭൂമിക്ക് ഭാരം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അവനവനെങ്കിലും സന്തോഷം, ഈ ജീവിതം കൊണ്ട് അവനവനെങ്കിലും സന്തോഷം കണ്ടെത്താൻ കഴിയുമെങ്കിൽ. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ സഞ്ചരിച്ച ഒരാളായതുകൊണ്ടും അതായത് പലരുടെ മുന്നിലും വെല്ലുവിളിച്ചും ആകും എടുക്കും എന്നൊക്കെ പറഞ്ഞ് അന്നേരം അവരെല്ലാവരും നമ്മുടെ അടുത്ത് പറയും, ഇത് നിനക്ക് വേറെ പണിയില്ല, നീ നന്നായിട്ട് പഠിക്കുമായിരുന്നല്ലോ, നിനക്ക് ജോലിക്ക് വെക്കൂടെ, നിനക്ക് പണ്ട് PSC എഴുതി കിട്ടിയല്ലോ, നിനക്ക് ജോലിക്ക് വെക്കൂടെ, അല്ലെങ്കിൽ നിനക്ക് മെഡിക്കൽ ഡെപ്പാർട്ട് വർക്ക് ചെയ്തു നല്ല ശമ്പളം ഉണ്ടായിരുന്നു, നീ വിചാരിച്ച നല്ല ശമ്പളം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, അങ്ങനെ പലരും പറഞ്ഞ് നമ്മളെ ഉപദേശിച്ചുകൊണ്ട് ഈ ഉപദേശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് അവർ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ നശിക്കണം. ഞാൻ വിജയിച്ചാൽ അവരുടെ ഉപദേശങ്ങൾ പരാജയപ്പെടുകയും ഞാൻ സക്സസ് ആവുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈവൻ നശിച്ച് നാരായണക്കല്ലടിച്ച് നമ്മളെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയണം, നിങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു ശരി, ഞാൻ കാണിച്ചത് മണ്ടത്തരമായിപ്പോയി. അത് പറയാൻ ഞാൻ ഒരുക്കമില്ല. എൻ്റെ തീരുമാനം വിജയിക്കണം എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനം പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. വൺസ് പരാജയപ്പെട്ടാൽ പിന്നീട് ഇവരാരുടെ മുന്നിൽ പോയി അവരെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യമൊന്നും ആ ധൈര്യം എനിക്കില്ലായിരുന്നു. ഓക്കെ. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടാറുണ്ട്. ഒരു പക്ഷേ ഉപദേശിക്കാനാണ് എല്ലാവർക്കും എളുപ്പമെന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ കിട്ടിയ ഒരു ഉപയോഗവും ഇല്ല എന്ന് തോന്നിയിട്ടുള്ളൊരു ഉപദേശം എന്താണ്? അല്ല, ഉപദേശം ഒരു കാലത്ത് എനിക്ക് ഗുണപ്പെട്ടിട്ടില്ല, ഞാൻ സ്വീകരിക്കാറുമില്ല. ഒരു ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള പണി ഉപദേശിക്കലാണ്, ഏറ്റവും പ്രയാസമുള്ള പണി അത് പ്രാവർത്തികമാക്കലാണ്. അപ്പോൾ ഇത് ഈ ഉപദേശിക്കാൻ വരുന്നത് എനിക്ക് പൊതുവെ തീരെ താല്പര്യമുള്ള കാര്യം. ഇപ്പോഴും ചില ആൾക്കാർ ഉപദേശമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരും, എനിക്കത് ഇഷ്ടമല്ല. ഉപദേശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഞാൻ വിശം തരുന്ന സമയത്ത്, എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു 10 രൂപ എടുത്ത് തന്നിട്ട് അല്ലെങ്കിൽ ആഹാരം മേടിച്ച് തന്നിട്ട് എന്നെ ഉപദേശിച്ചാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. സംരക്ഷിക്കുന്നവന് മാത്രമേ ഉപദേശിക്കാനുള്ള. അതായത് ഇപ്പം ഞാൻ പറയാം, ഒരാൾ ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് തന്നെ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഭയങ്കര പ്രശ്നത്തിൽ കിടന്ന് വലയുന്ന സമയത്ത് എനിക്കൊരാളത് കടമൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ട്. എൻ്റെ ഏറ്റവും വളരെ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രമേ ഞാൻ സാമ്പത്തിക സഹായങ്ങൾ ചോദിക്കാറുള്ളൂ. മറ്റുള്ളവരെല്ലാവരും മുന്നിൽ നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കരുതി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പുതിയതായിട്ടൊക്കെ പരിചയപ്പെടുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ അങ്ങനെ പ്രശ്നങ്ങൾ പറയത്തില്ല. അപ്പോൾ അതിൽ ചില ആൾക്കാർ പുതിയതായിട്ട് നമ്മളെ ചില വീഡിയോസും മറ്റുമൊക്കെ കണ്ടിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് അതിൽ നീ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും കേട്ടോ, നീ അങ്ങനെ ഇങ്ങനെയാവും, നീ മിടുക്കനാണ് അതൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ അവർ നമുക്ക് പൂർണ്ണ സപ്പോർട്ടായിരിക്കും ആ സമയത്തൊക്കെ അവരുടെ സംസാരത്തിൽ. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഞാനിങ്ങനെ പറയും. ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ സാഹചര്യങ്ങൾ കേട്ടിട്ട് പിന്നെയും ഇരുന്നുകൊണ്ട് ഭാവിയുടെ സ്വപ്നങ്ങളെക്കുറിച്ചല്ല എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത്. അതാ ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ 5,000 രൂപ അയച്ചിട്ടുണ്ട്, തൽക്കാലത്തേക്ക് നിനക്കിപ്പോൾ ഒരു ഹെൽപ്പ് ആവുന്നേ ആവട്ടെ, ഞാനിപ്പോൾ അത് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അതായത് എൻ്റെ അടുത്ത് കഥയൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫിലിം ഡയറക്ടേഴ്സും സിനിമയിൽ വർക്ക് ചെയ്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വന്നിരുന്ന് എൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാഷ്വലി പറഞ്ഞു പോകും. ഞാനപ്പോൾ തന്നെ ചിലപ്പം എൻ്റെ കയ്യിലുള്ള ഒരു പൈസയുടെ വെച്ചിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അപ്പോൾ ഞാൻ കാണുന്നുണ്ട് അവരിൽ
എന്നെയാണ് കാണുന്നത്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ അന്നത്തെ സമയത്ത് എനിക്കൊരു 2000 രൂപ തന്നിരുന്നെങ്കിൽ, ഒരു 5000 രൂപ തന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമുക്ക് ആരും തരാനില്ല. ഇവരാരും തന്നെ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കത്തില്ല. കരഞ്ഞിട്ട് എന്നോട് നന്ദി പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അതായത് എനിക്കറിയാം ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരുടെയും സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഭയങ്കര മോശമാണ്. കാരണം ഈ കലാകാരന്മാർ പൊതുവേ പൈസ നോക്കാറില്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഞാൻ ഇനിയും അങ്ങനെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, അതിന് ശേഷം സമാധാനമായിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അതേസമയം ഇപ്പോഴും അതൊന്നും ഇല്ലാതെ സിനിമ എന്ന് പറഞ്ഞ ജീവിതം ഏറെക്കുറെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അവരുടെ വിഷമങ്ങൾ കാണുമ്പോഴും നമ്മളിത് ചെയ്യും. അപ്പോൾ അവന് നമ്മളിത് കൊടുത്തിട്ട് അവനോട് പറയണം, എടാ അതെ നീ ഈ കഥയൊന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ പരിപാടി വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ പിന്നെയും അവൻ വിചാരിക്കും ഒന്നും അല്ലെങ്കിലും സാഹചര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടാണല്ലോ അത് പറയുന്നത്. അത് ഉപദേശം കൊടുക്കുമ്പം ഒരുവൻ്റെ സാഹചര്യം കൂടി അറിഞ്ഞു കൊടുക്കണം. അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നമ്മളിപ്പം ഉപദേശമൊക്കെ നല്ലതാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അർഹത പറയാൻ, ഉപദേശിക്കാനുള്ള അർഹത കൂടി നേടിയവനായിരിക്കണം ഉപദേശിക്കേണ്ടത്. അല്ലാതെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഈ അഖിൽ മാരാറിൻ്റെ വ്യക്തിത്വം ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. താങ്കൾ പറയുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ നിലപാടുകൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ ചിലപ്പോൾ പറയുന്നത് അവൻ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവനാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ താങ്കളുടെ സ്വഭാവത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഫാക്ട് എന്ന് പറയുന്നത് എന്തായിട്ട് സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ? ഞാൻ മറ്റുള്ളവരെ നന്മയെ കരുതി മുൻകൂട്ടി, അതായത് കാലത്തെ മുൻകൂട്ടി കണ്ട് പറയുന്ന എല്ലാ തീരുമാനങ്ങളിലും എന്നെ ആൾക്കാരെൻ്റെ ശത്രുക്കളായിട്ടുണ്ട്. അവർക്കിത് മനസ്സിലാക്കി വരാൻ ഒരു 3 വർഷമെങ്കിലും എടുക്കും. പിന്നീട് വരെല്ലാവരോടും മാപ്പും പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കളും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ ഇന്നും ഈ നിമിഷങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഒരാളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഇത് എന്താകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നമുക്ക് പല ആൾക്കാർ നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇതൊക്കെ ആകും എന്നുള്ളൊരു ഉദാഹരണം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഇത് തന്നെ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുടെ അടുത്തും പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അതായത് നമുക്ക് ദൈവം തന്ന ഈ ഒരു കഴിവ് വെച്ചിട്ട് അല്ലെങ്കിൽ അത് നീ ചെയ്യുന്നത് ശരിയല്ല, അത് പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ഇവർ അതിനെ വേറൊരു തലത്തിലായിരിക്കും കാണുന്നത്. അവർ വിചാരിക്കും, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു കാര്യം വാങ്ങാൻ പോകുന്നു, എടുക്കാൻ പോകുന്നു, അപ്പോൾ അവർ വിചാരിക്കും അപ്പോൾ ഇവനെന്തെങ്കിലും ഇനി അസൂയ ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിനകത്ത് ഇവനെന്താണ് പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള കൊച്ചു ചിന്തകളുടെ പുറത്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അത് ഞാൻ പറയുന്നത് അപ്പോഴും ഞാൻ ക്ലാരിറ്റിയോടെയാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് ഇന്നത് ഇങ്ങനെ പറയും. ഈ ആൽക്കമിസ്റ്റ് പുസ്തകത്തിൽ ഈ പൗലോ കൊയ്ലോയുടെ പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഫാത്തിമയെ ഇപ്പോൾ കല്യാണം കഴിച്ചാൽ ആദ്യത്തെ 1 വർഷം നീ സന്തോഷത്തോടുകൂടി ജീവിക്കും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പതിയെ വന്നു തുടങ്ങും, 3ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് നിന്റെ ലക്ഷ്യം നിന്നെ തേടിയെത്തും, അപ്പോൾ നിന്റെ ലക്ഷ്യത്തിന് തടസ്സം നിന്നത് ഫാത്തിമയാണെന്ന് നിനക്ക് തോന്നി തുടങ്ങുമ്പോൾ നിന്റെ ജീവിതം നശിപ്പിച്ചത് ഫാത്തിമയാണെന്ന് തോന്നും. അപ്പോൾ ആ സമയത്ത് ഇയാളിലെ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ശേഷിയുള്ളൊരു കഥാപാത്രമാണല്ലോ ഇതിലെ നായകൻ. അതുകൊണ്ടാണല്ലോ രാജാവിന് ഇയാൾ വേണ്ടപ്പെട്ടവനായി മാറുന്നത്. അപ്പം നിന്റെ ചിന്തകൾ തെറ്റും, അപ്പോൾ രാജാവിന് നീ വേണ്ടപ്പെട്ടവനല്ലാതായി മാറും. ഒരു 4 വർഷത്തോടു കൂടി നിന്റെ ജീവിതം പൂർണ്ണമായി അവസാനിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഫാത്തിമയെ കല്യാണം കഴിക്കണോ, നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് പോകണോ എന്ന് ഇതിൽ ആൽക്കമിസ്റ്റ് സാന്റിയാഗോയോട് പറയുന്നത് പോലെ ഞാനും പറയും, എടാ ഇത് ഇന്നത്. ചിലപ്പം ചിലർ അത് മനസ്സിലാക്കിയിട്ട് അവർ റിയലൈസ് ചെയ്യും. അല്ല നമ്മൾ ചുമ്മാതെ കാടടച്ചൊന്നും ഞാൻ പറയില്ല. ഞാൻ ഏത് മാറ്റർ പറഞ്ഞാലും അതിന് ഞാനൊരു പറയുന്ന ആളോട് ഞാനൊരു വ്യക്തത കൊടുക്കും. ഇത് എന്തുകൊണ്ടാണ്, ഇപ്പം ഞാൻ എടുക്കുന്ന പല വിമർശിക്കപ്പെടുന്ന നിലപാടുകളായിക്കോട്ടെ, എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളായിക്കോട്ടെ, എൻ്റെ അടുത്ത് ഒരാൾ അതിൻ്റെ എന്തുകൊണ്ടാണ് അഖിൽ ആ വിഷയത്തിൽ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ സുരേഷ് ഗോപി ജയിക്കുമെന്നോ ഞാൻ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു, വെറുതെ ചുമ്മാതെ അന്ധമായ രാഷ്ട്രീയ ഇതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേ സുരേഷ് ഗോപിയോടുള്ള അന്ധമായ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ആ പറഞ്ഞതിന് എനിക്ക് വളരെ വ്യക്തമായ കാരണമുണ്ട്. ഞാൻ പറയുന്ന കാരണങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ മാറ്റർ ശരിയാണോ ഇല്ല നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഈ അടുത്തിടെ ഞാൻ പറഞ്ഞായിരുന്നു, നടൻ ദിലീപ് വിഷയത്തിൽ ഭാവിയിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും മാപ്പ് പറയും. അപ്പോൾ ഇത് പറഞ്ഞപ്പം അഖിലേട്ടാ നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്, പക്ഷേ ദിലീപിനെ നിങ്ങൾ അനുകൂലിച്ചത് ഒരു രീതിയിലും ശരിയായില്ല. അയാൾ കള്ളനാണ്, മറ്റേതാണ് അയാൾ പീഡനവീരനാണ്, കുന്തകുടച്ചക്രം എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ, അതായത് ഞാൻ ഒരു ഭാഗത്ത് മറ്റേ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ ഞാൻ റൈസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ദിലീപിനെ പോലെ ഒരാളെ ഞാൻ പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇരട്ടത്താപ്പ് നിലപാടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരാളെന്നോട് ചോദിക്കും, ഞാനിപ്പം അതായത് എനിക്കതിന് വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. ഇപ്പം കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ചെയ്തിപ്പം ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും എവിടെയാണ് ദിലീപ് പ്രേക്ഷകരുടെ മുന്നിൽ കുറ്റക്കാരനായത്? പൾസർ സുനി എന്ന് പറയുന്ന ഒരുവൻ പോലീസിന് കൊടുത്ത ഒരൊറ്റ മൊഴിക്ക് അപ്പുറത്തേക്ക്
കേരളത്തിലെ ജനതയ്ക്ക് എന്ത് ബോധ്യമാണുള്ളത് ഇയാൾ ഇത് ചെയ്തു എന്നുള്ളതിന്? കേരള പോലീസിൻ്റെ കണക്ക് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളൊരു പോലീസ് ഇന്ത്യയിൽ വേറെ ഇല്ല. അവർ വിചാരിച്ചാൽ അവർക്ക് ഏത് രീതിയിൽ ഒരു കേസിനെ വളച്ചൊടിക്കാൻ പറ്റും. എന്നോട് നാദിർഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നാദിർഷ അമേരിക്കയിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞത് അഖിൽ എവിടെയും ചോദിച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കണക്ക് ദിലീപുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യണം, നിങ്ങളെ പ്രതിയാക്കണം എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, സാറേ അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എന്തെങ്കിലും ഒരു കയ്യബദ്ധം അവൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ എന്നോടൊന്നും സൂചിപ്പിക്കും. അപ്പോൾ ഇങ്ങനൊരു കാര്യം അവൻ എന്നോടൊരിക്കലും പറഞ്ഞിട്ട് കൂടിയില്ല. ആ നാദിർഷ ഇത് സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞാൻ തന്നാൽ മതി, ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നീ വരുമ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് ദിലീപ് നാദിർഷയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇത് എഴുതി ചേർക്കുകയും കോടതിയിൽ വെച്ചിട്ട് നാദിർഷ ജഡ്ജിയോട് പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഇയാൾ കള്ളത്തരം എഴുതി ചേർത്തയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഒരാളെ, അതായത് പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രൂരമായ ഒരു പീഡനത്തിന് വിധേയായ ഒരു കുട്ടിക്ക് നമുക്ക്, ഒരു സ്ത്രീക്ക് പൂർണ്ണ പിന്തുണ നമുക്ക് കൊടുക്കാം. പക്ഷേ അത് ഇയാളാണ് ചെയ്തത് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞത്, എന്താണ് നിങ്ങളുടെ ബോധ്യം? അയാൾ ആണ് ഇത് ചെയ്തത് എന്നുള്ളതിന് സമൂഹത്തിനുള്ള ബോധ്യം എന്താണ്? ഇപ്പം അദ്ദേഹം മഞ്ജു വാര്യരുമായിട്ട് ഡിവോഴ്സ് ആയതാണോ പ്രശ്നം? അതിന് നമ്മൾ കുടുംബജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒന്നിലധികം ആൾക്കാരോട് ഇഷ്ടം തോന്നിയേക്കാം. നിങ്ങൾ അക്കാര്യത്തെ വിമർശിച്ചോ? പക്ഷേ ഇതുപോലെ, അതുമാത്രമല്ല, ദിലീപ് എന്ന മനുഷ്യൻ പൾസർ സുനിയെ കണ്ടിട്ട് കൂടിയില്ല. ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ്. അതുപോലും ഫാബ്രിക്കേറ്റഡ് ആണ് പോലീസ് വെച്ചേക്കുന്നത്. നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കണം, ഇതാണല്ലോ ഉദ്ദേശം. അതായത് നമ്മളെ മുന്നിലേക്ക് എത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ പർട്ടിക്കുലർ നടിയോട് വിരോധം തോന്നിയ ഒരു സിനിമാ നടൻ, അയാൾ ഈ കുട്ടിയുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു, ആ പെൺകുട്ടിയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്താണ്? അതാണ് ലോകത്ത് കോമൺ സെൻസുള്ള ഒരാളും ചെയ്യാത്തൊരു പ്ലാൻ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ച് ഈ കുട്ടിയെ ദൃശ്യങ്ങൾ പകർത്തുക. ഈ ദൃശ്യങ്ങൾ പുള്ളിക്ക്, അതായത് ഇവർ പരാതി കൊടുക്കുമെന്നോ ഇത് കേസാകുമെന്നോ അറിയത്തില്ലല്ലോ. ഒരു സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അവളുടെ ഏത് ലൈംഗികപരമായിട്ടുള്ള ഒരു വീഡിയോ പകർത്തിയാലും ഇത് ആർക്ക് ആസ്വദിക്കാൻ പറ്റും? ഇതങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു സ്ത്രീയാണ്, ഇത്തരം ഒരു ദൃശ്യം കേരളത്തിൽ എത്ര സ്പ്രെഡായാലും ആ കുട്ടിയോട് സഹാനുഭൂതിയും അനുകമ്പയും അല്ലാതെ ആർക്കെങ്കിലും മറ്റൊരർത്ഥത്തിൽ അതിനെ കാണാൻ കഴിയുമോ? അതായത് ഉപദ്രവിച്ചു കൊണ്ടുള്ള ഒരു വിഷ്വലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾ ആസ്വദിക്കുന്ന ഒരു വിഷ്വൽ കിട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ അവൾ അറിയാതെ കുളിക്കുന്ന, അല്ലെങ്കിൽ അതായത് ഒരു നഗ്നമായ ദൃശ്യം, അതായത് പ്രേക്ഷകനെ, അതായത് ഒരാളെ അപമാനിക്കാവുന്ന ഉദ്ദേശത്തിൽ. ഞാൻ പറഞ്ഞത് ക്രൂരമായി ഉപദ്രവിക്കുന്നതിനെ പീഡനമാണല്ലോ, അല്ലെങ്കിൽ ബലാത്സംഗമാണല്ലോ. അതിനെ ഒരിക്കലും സമൂഹത്തിന് ഒരാളെ നാറ്റിക്കാൻ പറ്റില്ല. ഇതാണല്ലോ പ്ലാൻ. ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു പ്ലാൻ, ആരോ ആയിക്കോട്ടെ, ഇങ്ങനൊരു പ്ലാനാണ് ഇവർ തയ്യാറാക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാൻ ദിലീപിനെ പോലെ ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. 2, നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരമൊരു വീഡിയോ ദൃശ്യം ചിത്രീകരിക്കാൻ ഈ വണ്ടിക്കകത്ത് എത്രത്തോളം വെട്ടമുണ്ട്? രാത്രിയിലാണ്. അതായത് വ്യക്തതയില്ലാത്ത, ഷെയ്ക്കാവാൻ സാധ്യതയുള്ള, ഒരു പ്രോപ്പറല്ലാത്ത ഒരു ദൃശ്യം കിട്ടത്തക്ക രീതിയിൽ ഇത്രയും വിവരക്കേട്. ഇനി ഈ വണ്ടി എവിടെയെങ്കിലും പോയി തട്ടിയിരുന്നെങ്കിൽ എന്താകും അവസ്ഥ? പിടിക്കപ്പെടണമെന്നും പൾസർ സുനി പോലീസിൻ്റെ അകത്താകണമെന്നും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യത്തിലുള്ള ഇത് ചെയ്യുന്നത്. ഒരു കുറ്റകൃത്യം ഒരാൾ പ്ലാൻ ചെയ്താൽ ആ കുറ്റകൃത്യം എഫക്റ്റീവായിട്ട് തന്നെ വരണം. അയാൾക്ക് റിസോർട്ട് ചൂസ് ചെയ്യാം, ഒരു ഹോട്ടൽ റൂം ചൂസ് ചെയ്യാം, അതായത് പുറത്ത് വരാത്ത രീതിയിലുള്ള ഒരു സ്പേസിലേക്ക് എത്താം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പിടിച്ചു തള്ളക്കോ ബഹളങ്ങളോ വണ്ടിക്കുള്ളിൽ നടന്നാൽ സ്വാഭാവികമായിട്ടും ഈ വാഹനം ഒരു അപകടത്തിൽ പോയി പെട്ടേക്കാം. അങ്ങനെ പെട്ടാൽ തൻ്റെ പ്ലാൻ പൊളിയും. ഞാൻ ചോദിച്ചത്, ഒരു സാധാരണ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്ന് മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്കത്തക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു നടൻ ഇത്രയും വിഡ്ഢിത്തരം, 1.5 കോടി രൂപ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് 10,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ഗജഫ്രാഡല്ലേ അവനിത് ആർക്ക് വേണ്ടി ചെയ്തു? അവൻ എന്തിനു വേണ്ടി ദിലീപിൻ്റെ പേര് പറഞ്ഞു? ഇതാണ് സത്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം അഖിൽ മാരാർ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞു വരുന്നത്, ഇത് ശരിക്കും ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്നാണ് ദിലീപിലേക്ക് എത്തുന്നത്. അതായത് യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുന്നത് എന്താണെന്നറിയാവോ? പൾസർ സുനി ഇത് ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു,
ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ദിലീപിൻ്റെ പേരവൻ പറഞ്ഞു? അത് സത്യത്തിൽ പോലീസ് സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട മാറ്ററും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ട മാറ്ററും എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് പൾസർ സുനി ദിലീപിൻ്റെ പേര് പറഞ്ഞത്? ദിലീപിനെയും സുനിയെയും തമ്മിൽ ബന്ധിപ്പിക്കത്തക്ക ഒരു തെളിവുകളും കേരള പോലീസിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഇൻറ്റൻഷൻ ആയിരുന്നില്ല ഇത് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെങ്കിൽ താങ്കൾ പറയുന്നത് വെറുതെ ആവില്ലേ? ഏതാ? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരാൾ ഓടുന്ന നഗരമധ്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്രമണം ചെയ്യുന്നു, അതങ്ങനെ ചെയ്യിക്കാൻ ഈ ചെയ്യിപ്പിച്ച ആൾ മണ്ടനാണോ എന്നുള്ള ഒരു ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ചിലപ്പോൾ അത് അഖിൽ ചിന്തിച്ച ഒരു ഇൻറ്റൻഷൻ ആയിരിക്കില്ല പുള്ളി ചിന്തിച്ചതെങ്കിൽ. അല്ല, ഏത് ഇൻറ്റൻഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇപ്പോഴീ വളരുന്നവൻ വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യൂ. അടിസ്ഥാനപരമായിട്ട് ഈ ഒരുപാട് സക്സസ് ആയി നിൽക്കുന്ന ഒരു വലിയ വിവരക്കേടുകൾ കാണിക്കാൻ ശ്രമിക്കാറില്ല. കാരണം നഷ്ടം അവർക്കായിരിക്കും എപ്പോഴും വരുന്നത്. പിന്നെ അവർക്കൊന്ന് വരട്ടാം. അതായത് ഇപ്പം പൊതുവേ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ അതിനെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി കളയും, അല്ലെങ്കിൽ ഇനി മലയാള സിനിമയിൽ നീ ഉണ്ടാവത്തില്ല, ഇങ്ങനെയൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ വാശിയും ദേഷ്യമൊക്കെ കാണിച്ച് വേറെ ആൾക്കാർ, അതായത് ഒരു ഡയറക്ടറെ വിളിച്ച് പറയാം, അതെ ഇന്ന ആളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സിനിമയ്ക്ക് അത് പണി തരും കേട്ടോ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രശ്നം വരും, ഇതൊക്കെ പറയാനുള്ള ശേഷി പുള്ളിക്കുണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കാം. ഇത്തരമൊരു ആക്ടിവിറ്റി, ഇങ്ങനൊരു ക്രൂരമായ കാര്യം ചെയ്തുകൊണ്ട് തൻ്റെ ഒരു കാര്യം നേടിയെടുക്കേണ്ട ആവശ്യം പുള്ളിക്കില്ല. കാര്യം ഓൾമോസ്റ്റ് ഈ പറയുന്ന കുട്ടി മലയാള സിനിമയിൽ നിന്ന്, അതായത് കരിയറൊക്കെ പതിയെ ഗ്രാഫ് താഴേക്കാണ്. അതായത് കരിയർ ഓൾമോസ്റ്റ് എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ആ സമയത്തും. അല്ല, എനിക്ക് തോന്നുന്നു ആ സമയത്ത് മലയാളത്തിലും അതിപ്പോൾ പിന്നെ ഇത് ചെയ്താൽ ഇങ്ങനൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു വിഡ്ഢിത്തരം, ഇത്രയും വിഡ്ഢിത്തരം, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപിനെ പോലൊരാൾ ഒരിക്കലും പ്ലാൻ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല എന്നതാണ് റിയാലിറ്റി. പിന്നെ മാത്രമല്ല, പോലീസിന് സുനിയെയും ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്യത്തക്ക തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. 376B എന്ന് പറയുന്ന വകുപ്പ് 20 വർഷം ശിക്ഷിക്കാൻ പറ്റുന്നൊരു വകുപ്പാണ്. ഈ വകുപ്പിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ടാണ് ഈ ജാമ്യം കൊടുക്കുന്നത്. അതായത് നമുക്ക് ഏത് വകുപ്പാണെന്നുണ്ടെങ്കിൽ ആ വകുപ്പിനൊരു ഗ്രാവിറ്റി ഉണ്ടാവും. ഇപ്പം 307 എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്, വധശ്രമം. 308 എന്ന് പറയുന്ന വകുപ്പുണ്ട്, വധശ്രമം. രണ്ടും വധശ്രമമാണെന്നുണ്ടെങ്കിലും ഒന്ന് കരുതി കൂട്ടിയിട്ടുള്ള വധശ്രമമാണ്. അതായത് നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നോട് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുകയും ഞാൻ കൈ കിട്ടിയൊരു സാധനം എടുത്ത് നിങ്ങളെ അടിച്ചു, ഞാൻ നിങ്ങളെ അടിച്ച സമയത്ത് പെട്ടെന്ന് മരണകാരണമാവുന്നൊരു കുഴപ്പമുണ്ടായി എന്ന് വെച്ചോളൂ. അതല്ല, നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ഞാൻ കാത്തു നിന്നിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ഈ വകുപ്പുകളുടെ, രണ്ടും വധശ്രമമാണെന്നുണ്ടെങ്കിലും വകുപ്പുകളിലുള്ള വ്യത്യാസം. അതിനനുസരിച്ചിട്ട് തന്നെ ജാമ്യം കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. 308 ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് ജാമ്യം കിട്ടാം. 307 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിനിമം 1 മാസം അല്ലെങ്കിൽ 42 ദിവസം കിടന്നേക്കാം, 28 ദിവസം കഴിഞ്ഞാൽ കിട്ടും. 308 14 ദിവസം കഴിഞ്ഞാൽ കിട്ടും. അതേ കണക്ക് 376B എന്ന് പറയുന്ന ഒരു വകുപ്പാണ് ഈ പറഞ്ഞ വിഷയത്തിൽ ദിലീപിന് മുകളിലേക്ക് ഇട്ടേക്കുന്നത്. ആ വകുപ്പിൻ്റെ ഒരു ഗ്രാവിറ്റിയിൽ, ഈ സെയിം വകുപ്പിൻ്റെ ഗ്രാവിറ്റിയിലാണ് പൾസർ സുനിയൊക്കെ ഇപ്പോഴും റിമാൻഡിൽ കിടക്കുന്നത്. പക്ഷേ റിമാൻഡാണെന്ന് ആലോചിക്കണേ, ഇത്രയും വർഷം റിമാൻഡാണ്. അത് ദിലീപിന് ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് തന്നെ കോടതിക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ദിലീപിനെ അതായത് ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്യാം. ഒരാൾ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് വലിയ ശത്രുക്കൾ ഇപ്പുറത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചതായിക്കൂടെ എന്നും കൂടിയുള്ള ഒരു സംശയം. പിന്നെ ഇതൊക്കെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് വന്നിരിക്കണം, അഭിമാനത്തോടുകൂടി വന്നിരിക്കണം. അന്ന് എല്ലാവരും അടിയിൽ കമൻ്റ് എഴുതണം, അഖിൽ മാരാർ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. പക്ഷേ അഖിൽ, ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പം താങ്കൾ പറഞ്ഞു കേരള പോലീസ് ഭയങ്കരമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ലോകത്തെ ഏറ്റവും മിടുക്കുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന്. കുറ്റം തെളിയിക്കാനും ഫാബ്രിക്കേറ്റ് ചെയ്യാൻ. അതെ. അപ്പം ഇങ്ങനെ ഒരു താങ്കളെ പോലെ, അല്ലെങ്കിൽ ഇപ്പം താങ്കൾ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിലവിലെ സിസ്റ്റത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ ജുഡീഷ്യറി ആണെങ്കിലും അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇത് ജനങ്ങൾക്കൊരു ഉപകാരപ്രദമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല എന്നുള്ള ഒരു കോണ്ടന്റ് അല്ലേ താങ്കൾ കൊടുക്കുന്നത്? അല്ല, അങ്ങനല്ല. അതായത് ഇപ്പം പേര് മാറി പോലീസ് പിടിച്ചുകൊണ്ടുപോയി തല്ലിക്കൊന്നിട്ടുണ്ട്. വാരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ പേര് മാറിയിട്ടാണ്, അതായത് മറ്റൊരു ചെറുപ്പക്കാരൻ്റെ പേരിൽ അവൻ വേറൊരു പയ്യനെ, അതൊരു ദളിത് ചെറുപ്പക്കാരനാണ്, തല്ലിക്കൊന്നിട്ടുണ്ട്. മുടി മുറിക്കാത്തതിൻ്റെ പേരിൽ വിനായകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസുകാർ അടിച്ചു കൊന്നിട്ടുണ്ട് എന്ന് കരുതി കേരളത്തിലുള്ള എല്ലാ പോലീസുകാരും ഇങ്ങനെയെന്നുള്ളതൊന്നും അല്ല അർത്ഥം. പോലീസ്, അതാ ഞാൻ പറയുന്നത്, ഒരേ സമയം തന്നെ കേസിനെ മനോഹരമായി ഫാബ്രിക്കേറ്റ് ചെയ്യാനും ഒരേ സമയം തന്നെ മനോഹരമായി കേസ് തെളിയിക്കാനും ഇവർക്ക് ശേഷിയുണ്ട്. പക്ഷേ ഇവരെല്ലാം സ്വാധീനത്തിലാണ്.
ഓരോ കേസിൻ്റെ കാര്യങ്ങളിലും ഇവരെല്ലാവരും വ്യത്യസ്ത തലങ്ങളിൽ സ്വാധീനത്തിലാണ്. എന്തിനായിരിക്കണം ദിലീപിന് ഇപ്പൊ താങ്കൾ പറയുന്ന അനുസരിച്ചിട്ട് എന്തിനാ അത്രയും ഒരു തരത്തിലേക്ക് പോവേണ്ട ആവശ്യമുണ്ട്? വളർച്ച എന്ന് പറയുമ്പോൾ ഒരാളെ തകർക്കാൻ പല മാർഗ്ഗങ്ങളും നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്പി നാരായണൻ എന്ന് പറയുന്ന മനുഷ്യനെതിരെ ഇവിടെ കേസെടുത്ത് ഇട്ടതാരാ? അത് കേരള പോലീസ് തന്നെയല്ലേ? എത്രയോ കാലം ആ മനുഷ്യനെ വേട്ടയാടി. പിന്നീട് ഇപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് നാരായണക്കല്ലടിച്ച് കളഞ്ഞതിന് ശേഷം ഇന്ന് നമ്മളിരുന്നിട്ട് പറയുകയാണ് അയ്യോ അന്ന് കാണിച്ചത് ശരിയായില്ല. ഇപ്പം ദിലീപിനെ അവർ എവിടെയാണ് ദിലീപിനെ ഒതുക്കേണ്ടത്? കൊച്ചിയിലെ നഗരത്തിൽ മലയാള സിനിമയെ നിയന്ത്രിക്കത്തക്ക ഒരു ശക്തിയായി ദിലീപ് വളരുന്നു. ഇവനെ ഏത് വിധേനയും പണിയണം, ഇല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടമാണെന്ന് കരുതി ഇപ്പുറത്ത് ഒരു സിനിമ പോലെ കണ്ടാൽ ഇപ്പുറത്ത് ഒത്തുകൂടുന്ന ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ അവരുടെ ആ ഒത്തുകൂടലിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ല തകർക്കേണ്ടത്. ദിലീപ് എന്ന് പറയുന്ന സിനിമാ നടനെ, ദിലീപ് എന്ന് പറയുന്ന നിർമ്മാതാവിനെ, ദിലീപ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പ്രസിഡന്റ്, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ശക്തൻ. ആ സമയത്ത് തിയേറ്റർ സംഘടന പൊളിയുന്നു. ലിബർട്ടി ബഷീറും സംഘടനാ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ലിബർട്ടി ബഷീറിനെ മാറ്റിക്കൊണ്ട് ദിലീപിൻ്റെ നേതൃത്വത്തിൽ പുതിയ തിയേറ്റർ സംഘടന വരുന്നു. അയാൾ അതിൻ്റെ പ്രസിഡൻ്റാവുന്നു. മലയാള സിനിമയുടെ ട്രഷറർ തുടങ്ങി സകല കാര്യങ്ങളിലും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാൾ, അയാളെ ഏത് വിധേനയും തകർക്കണം, അയാളുടെ കരിയർ ഇല്ലാതാക്കണം എന്ന് കരുതി നോക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു കാരണം കിട്ടുകയാണ്. ആ കാരണത്തെ ഫോക്കസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവർ കരുതി കൂട്ടി കളിച്ചാലും എന്ത് അല്ലെന്ന് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതിലൂടെ സംഭവിച്ച് ആലോചിച്ച് നോക്കൂ. പരിപൂർണമായും ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ്റെ കരിയർ ഏറെക്കുറെ ഇന്നൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇല്ലാതായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിനിമകൾ മോശമായതുകൊണ്ടാണ് പരാജയപ്പെട്ടത്, അല്ലാതെ പുള്ളിക്ക് ഈ ഒരു പ്രശ്നം ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി ജീവിതം തകർത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ചിന്തകളെല്ലാം തന്നെ പാളിക്കൊണ്ടേയിരിക്കും. ഇനി ഈ കേസിൽ നിന്ന് പുള്ളിയെ കുറ്റവിമുക്തനാക്കിയെന്ന് വെച്ചോളൂ, ഇയാൾക്ക് ഈ നഷ്ടപ്പെട്ട കഴിഞ്ഞ 7-8 വർഷക്കാലം ആര് തിരിച്ചു കൊടുക്കും? അതാണ് ഉദ്ദേശം. പക്ഷേ എങ്കിലും നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത് ആക്രമണത്തിനിരയായ പെൺകുട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഇത്രയും വലിയൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ചെയ്യേണ്ടെന്നേ ഈ വകുപ്പ് അടിച്ചു ചുമത്തിയാൽ മതി. അതായത് അപ്പം ഞാനിപ്പോൾ അന്ന് വിളിച്ചപ്പോൾ ദിലീപേട്ടൻ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അതിൽ എന്നെ ചോദ്യം ചെയ്യാം. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം, തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു തോന്നൽ വരുന്നൊരുത്തൻ കേരള പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോവും. ഇനി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ വെച്ചോ, ഇല്ല പോലീസ് നമ്മളെ കൊടുക്കാൻ നിൽക്കുകയാണെന്നൊരു തോന്നൽ നമുക്ക് വന്നാൽ നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കും. അത് ചെറിയവനായാൽ പോലും മാറി നിന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കും. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കതിൽ ഒരു സൈബർ കേസ് കൊടുത്തു. ഞാൻ അന്നേ ദിവസം ഞാൻ എറണാകുളത്തുനിന്ന് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് ചെന്ന് ഞാൻ ആ പോലീസുകാർ എന്നെ 5 മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് വേണമെങ്കിൽ പുറത്ത് പറയാം. കാര്യം ഏകദേശം 5 മണിക്കൂറോളം ഞാൻ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ തമാശയും പറഞ്ഞ് എനിക്കെതിരെ പരാതി കൊടുത്ത ആളുടെ കാര്യങ്ങളിലും അതിൻ്റെ മറ്റു കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മാതെ പല വിഷയങ്ങളും സംസാരിച്ച് അവിടെ ഇരുന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ ഇതിനകത്ത് ഏത് വകുപ്പിട്ട് കേസെടുക്കുക, എന്താണ് എനിക്കെതിരെയുള്ള ഒഫൻസ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ അവർ പറയുന്നുണ്ട് അറിയാമല്ലോ സ്ത്രീകൾക്കെതിരെയുള്ള ഇങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചത്. ദിലീപേട്ടൻ എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിയെ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് 13 മണിക്കൂർ ഇരുത്തിയതിൽ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ പരമാവധി ഇവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ബാക്കി മിക്ക സമയവും പുള്ളി അവിടെ തമാശ പറഞ്ഞിരിക്കുകയായിരുന്നെന്നും അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നെന്നും 13 മണിക്കൂർ ദിലീപിനെ തുടർച്ചയായി ചോദ്യം ചെയ്തു എന്ന വാർത്ത പുള്ളി പുറത്തിറങ്ങി കണ്ടപ്പം പുള്ളി തന്നെ ഞെട്ടിപ്പോയെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം അകത്തെന്താ സംഭവിച്ചെന്ന് പുള്ളിക്കറിയാം. പിന്നെ ഇങ്ങനൊരു വകുപ്പ് ഒരു FIR ഇട്ട് ഇപ്പം ഇതേ സാധനം ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ വേണേൽ പറയാം. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ചെല്ലുന്നു, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മര്യാദക്കാരനായതുകൊണ്ടും നീതിബോധമുള്ള ഒരാളായതുകൊണ്ടും മേൽഘടകത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലെന്ന് തന്നെ പുള്ളിയുടെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അയാൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ സ്ത്രീകളെ അപമാനിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു വകുപ്പങ്ങ് ഇട്ടാൽ ഞാൻ അവിടെ ഇരിക്കുകയാണ്. ആ സ്പോട്ടിൽ എന്നെ റിമാൻഡ് ചെയ്തിട്ട് അവരെന്നെ ജയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ 2 ദിവസമെങ്കിൽ 2 ദിവസം, 3 ദിവസമെങ്കിൽ 3 ദിവസം ഞാൻ ജയിലിൽ കിടന്നിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂ? ഞാൻ എന്തോ തെറ്റ് ചെയ്തു? ഇപ്പോൾ നാട് മുഴുവൻ എൻ്റെ പേരിൽ അടിച്ചു വരും. സ്ത്രീകളെ അപമാനിച്ചതിൻ്റെ പേരിൽ പുള്ളി ജയിലിൽ കിടന്ന ഒരാളാണെന്നേ വരത്തുള്ളൂ. പോലീസ് ഒരു FIR ഇടുന്നതിന് മുമ്പ് നടത്തേണ്ട കാര്യങ്ങളോ തെളിവുകളോ ഒന്നും പരിശോധിക്കാതെ ഒരാളെ ചോദ്യം ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് മാതൃഭൂമിയുടെ വേണു അദ്ദേഹത്തെ കളിയാക്കിയ സമയത്ത് ഇദ്ദേഹം ചൂടാവുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്യുമോ ആരെങ്കിലും? സാധാരണ അതായത് ഞാൻ കുടുങ്ങും. നിങ്ങൾക്കൊക്കെ സൗഹൃദങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ ഒരാൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആരോടെങ്കിലും മോശമായി പെരുമാറുകയോ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടുകയോ കുടുങ്ങുകയോ ചെയ്യുന്നൊരു ഘട്ടം വരികയും അതിന് തൊട്ട് മുമ്പ് അത് കുടുങ്ങാൻ പോവുകയാണെന്ന് നിങ്ങളെ ഒന്ന് അറിയിച്ചാൽ ഏത് വിധേനയും അതൊന്ന് സെറ്റിൽ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ആര് വിളിച്ചാലും നമ്മൾ താന്ന് നിന്ന് സംസാരിച്ച് കാരണം അയ്യോ അവനെ വിഷയം ഉണ്ടാക്കല്ലേ എന്ന് പറയും. ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകരാ, ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇച്ചിരി കാശ് മേടിക്കാൻ നടക്കുന്ന മാധ്യമപ്രവർത്തകർ ഈ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പോൾ അവർക്കൊരു പർട്ടിക്കുലർ കാര്യം കിട്ടുന്നു. അതെ, നിങ്ങളാകെ നടത്തിയ കാര്യത്തെക്കുറിച്ചുള്ള ന്യൂസ് ഞങ്ങളെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങളത് പുറത്ത് വിടും. അയാളെ ചീത്ത വിളിക്കുകയോ മറ്റേ നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ നീ അങ്ങ് പുറത്ത് വിടുക. അങ്ങനെ പറയണമെങ്കിൽ നീയൊക്കെ എന്ത് പുറത്ത് വിട്ടാലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കും.
ഞാൻ വിളിക്കാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ എന്നാണ് അവൻ സംസാരിക്കുന്നതെങ്കിൽ അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവൻ നാളെ കുടുങ്ങുമെന്നുള്ള ഉറച്ച ബോധ്യമാണ്. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ദിലീപ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, മാധ്യമപ്രവർത്തകരെക്കുറിച്ച് ആക്ഷേപിച്ച് തന്നെ സംസാരിക്കുന്നു. അതിനുശേഷം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നു. ഞാൻ ഈ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഇതെല്ലാം തന്നെ ഞാൻ കണ്ടെത്തുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ബേസിക് ചിന്താഗതിയിൽ നിന്നുകൊണ്ട് കൂടിയാണ്. നമ്മൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമാകാം നമ്മളെ അവിടെ മുന്നോട്ട് നയിക്കുന്നത്. ഇല്ലെങ്കിൽ ദിലീപിന് കാശില്ലാഞ്ഞിട്ടാണോ? ദിലീപിന് ഏത് രാജ്യത്തും ദിലീപിന് മുങ്ങാമായിരുന്നല്ലോ ഇങ്ങനൊരു വാർത്ത വരുന്ന സമയത്ത് തന്നെ. കാരണം ഇതറിഞ്ഞല്ലോ, ഈ വാർത്ത വന്ന് സ്പ്രെഡായി തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ വിളിക്കും. എന്തായാലും ഒരാളെ പിടിച്ചിട്ടുണ്ട്, പൾസർ സുനിയെ പിടിച്ചു. പൾസർ സുനി എത്ര ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേര് പറയുന്നത്? എത്രയോ ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേര് പറയുന്നത്. അപ്പം അതാണ് പറഞ്ഞത്, ഈ ജയിലിനകത്ത് വെച്ച് ഇവനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നുള്ളത്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.